ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഇത്തരം സാഹചര്യങ്ങളിലാണ് ആക്റ്റീവ് ലിസ്ണിംഗ് ഏറ്റവും കൂടുതലായി നമുക്ക് ആവശ്യമായി ഉള്ളത്, ഫോക്കസ് ആവശ്യമായ, ശ്രദ്ധ ആവശ്യമായ ഘട്ടങ്ങളിൽ. Now let's move on to passive listening. It occurs when the listener is not fully engaged. അപ്പം നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ലിസ്ണിങ്ങിൽ ഫുൾ എൻഗേജ്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ കീ വേർഡ് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് പാസീവ് ലിസ്ണിങ്ങിലോ നോട്ട് ഫുള്ളി എൻഗേജ്ഡ്. ലിസ്ണർ, കേൾവിക്കാരൻ പൂർണ്ണമായി കേൾക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. ഓഫൻ എൻജോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ്. മെയിനായിട്ട് പ്രൈമറി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളെ ശ്രദ്ധിക്കുക. Common scenarios like listening to music or podcast